മമ്മി തിരോധാന കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി മാസങ്ങൾ പിന്നിട്ടിട്ടും മുഹമ്മദ് ആട്ടൂരിനെ ഇതുവരെയും കണ്ടെത്താനായില്ല. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നു. അഭിന, 2023 മാമിയെ കാണാതാകുന്നത്. ഇപ്പോൾ 2 കൊല്ലത്തോളമാകുന്നു. അതേസമയം ക്രൈംബ്രാഞ്ച് അന്വേഷണവും ഇഴഞ്ഞു നീങ്ങുകയാണ്. എങ്ങനെയാണ് പുതിയ വിവരങ്ങൾ? എപ്പോഴത്തേക്ക് കണ്ടുപിടിക്കാനാകും മാമിയെ എന്നുള്ളൊരു ചോദ്യം കൂടി ഇപ്പോൾ ഉയരുകയാണ്. തീർച്ചയായും കാളിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2 വർഷമായി ഇപ്പോൾ മാമിയെ കാണാതാവുന്നത്. ഓഗസ്റ്റ് 21-നാണ് മാമിയെ കാണാതാവുന്നത്. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അത്തോളി പറമ്പത്ത് മാമി ഉണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി കുടുംബത്തെയും അതുപോലെ തന്നെ മാമിയുടെ ഡ്രൈവർ അടക്കം സുഹൃത്തുക്കളും അടക്കമുള്ള ആളുകളെ 147 പേരെ അന്ന് ചോദ്യം ചെയ്തിരുന്നു. കൂടാതെ 1000-ലധികം ഫോൺ കോളുകൾ അടക്കം മാമിയുടെ ഫോണിലേക്ക് വന്ന കോളുകളും അതുപോലെ തന്നെ മാമിയുടെ ഫോണിൽ നിന്നും പോയിട്ടുള്ള മറ്റു ഫോൺ കോളുകൾ അടക്കം അന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങും ആ ഒരു അന്വേഷണം എവിടെയും എത്തിയില്ല എന്ന് മാത്രമല്ല, പിന്നീട് ഈ ഒരു കേസ് പ്രത്യേക അന്വേഷണ സംഘത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. അന്ന് മലപ്പുറം SP ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ ഈ ഒരു അന്വേഷണം ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു അന്വേഷണത്തിലൊന്നും കുടുംബം തൃപ്തിയായിരുന്നില്ല എന്നുള്ളതാണ്. തുടർന്ന് ഈ ഒരു കുടുംബം അതൃപ്തി അറിയിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് കോഴിക്കോട് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ഈ ഒരു കേസ് അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിട്ടും ഈ ഒരു കേസിന് ഒരു തുമ്പുണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. വീണ്ടും ക്രൈംബ്രാഞ്ച് ഈ മാമിയുടെ ഡ്രൈവറെ അടക്കം വീണ്ടും ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഇദ്ദേഹം അവസാനമായി അത്തോളിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിരുന്നത്. പിന്നീട് അത്തോളിയിലടക്കം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയെങ്കിലും മാമി എവിടെ പോയി എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഉത്തരവും കിട്ടിയില്ല ക്രൈംബ്രാഞ്ചിന് എന്നുള്ളത് തന്നെയാണ്. കൂടാതെ ഈ ഒരു കേസിൽ കഴിഞ്ഞ ദിവസമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മാമിയുടെ ഡ്രൈവറെയും ഭാര്യയും കാണാനില്ല എന്നുള്ള രീതിയിൽ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ലഭിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയപ്പോഴാണ് മാമിയുടെ ഡ്രൈവറെയും ഭാര്യയും ഗുരുവായൂർ വെച്ച് കണ്ടെത്തുന്നത്. തുടർന്ന് ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് അറിയാൻ സാധിക്കുന്നത് ക്രൈംബ്രാഞ്ച് നിരന്തരമായി ചോദ്യം ചെയ്യുകയും കൂടാതെ മാനസികമായി തങ്ങളെ തളർത്തുകയും ചെയ്യുന്നുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ മാമിയുടെ ഡ്രൈവറായ രഞ്ജിത്ത് പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതേ തുടർന്ന് ഇപ്പോൾ രഞ്ജിത്തും അതുപോലെ തന്നെ രഞ്ജിത്തിന്റെ ഭാര്യയും ഇപ്പോൾ മാധ്യമങ്ങളോടും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളോടൊന്നും തന്നെ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് കാളിദാസ്. തീർച്ചയായും എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് നടത്തുന്ന അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണെന്നുള്ളൊരു പരാതി കൂടി വരുന്നുണ്ട്. മുഹമ്മദ് ആട്ടൂരിനെ അല്ലെങ്കിൽ മാമി എന്ന മുഹമ്മദ് ആട്ടൂരിനെ ഇതുവരെയും കണ്ടെത്താനായില്ല എന്നുള്ളത് തന്നെയാണ് അത്തരത്തിലുള്ള വിമർശനങ്ങളിലേക്കെല്ലാം ഉയർന്നിരിക്കുന്നത്. വിവരങ്ങളാണ് അഭിന പി ചിറക്കൽ നൽകിയത്.